എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 64-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ നമുക്ക് കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. കിച്ചു വക്കച്ചൻ ചേട്ടനോടൊപ്പം അടുക്കളയിൽ പ്രവേശിച്ചു. ഓരോ സാധനങ്ങളും കൃത്യമായി എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്ന് വക്കച്ചൻ ചേട്ടൻ അവന് പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു. നീ അടുക്കളയിൽ കയറി ഇപ്പോഴേ പാചകം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ഞാനാണ് ഇവിടെ ആവശ്യത്തിന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കിയത്. വേണമെങ്കിൽ ഇന്നും ഞാൻ തന്നെ ചെയ്തു കൊള്ളാം. പിന്നെ നിനക്ക് നിർബന്ധമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും സ്ഥാനത്ത് കാണുന്ന 2 പേരാണ് നിങ്ങൾ 2 പേരും. അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ദീനാമ്മച്ചിക്ക് വയ്യാത്തപ്പോൾ ഭക്ഷണമുണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത പിന്നെ ആർക്കാണ്? മകൻ്റെ സ്ഥാനത്തുള്ള എനിക്കല്ലേ? അത്രയും മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കൂടുതലായി ഒന്നും ചിന്തിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. അവൻ സ്വന്തം കടമയായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നതും ചെയ്യുന്നതും. പിന്നെ അവനോട് എന്തിന് പരാതി പറയാനാണ്? എന്തായാലും അവൻ്റെ ആഗ്രഹമല്ലേ, ചെയ്യട്ടെ. തനിക്കാണെങ്കിൽ പറ്റുന്നുണ്ടായിട്ടല്ല, തീരെ താല്പര്യമുള്ള കാര്യവുമല്ല. എന്നാലും 58 വർഷക്കാലം തനിക്ക് വേണ്ടി പാചകം ചെയ്തു തന്ന ഒരാളാണ് ഇപ്പോൾ വയ്യാതെ കിടക്കുന്നത്. അവൾക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കേണ്ടത് തൻ്റെ കടമയല്ലേ? അതുകൊണ്ടാണ് ഇന്നലെ ആരോടും മിണ്ടാതെ അടുക്കളയിൽ കയറി എന്തൊക്കെയോ ഉണ്ടാക്കിയത്. കഴിക്കാൻ കൊള്ളാവുന്നത് വല്ലതുമായിരുന്നോ എന്നൊന്നും അറിയില്ല. അവൾക്ക് പിന്നെ പരാതി പറയുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും മിണ്ടുകയുമില്ല. അന്ന് അത്താഴം വരെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് ചൂടാറാത്ത പാത്രങ്ങളിലാക്കി വെച്ചിട്ടാണ് കിച്ചു പള്ളിമുറിയിലേക്ക് പോയത്. ഉച്ചഭക്ഷണം അവിടുത്തെ വീട്ടിൽ നിന്നും 3 പേരും കൂടി കഴിക്കുകയും ചെയ്തു. മുറിയിൽ കൊണ്ടുവന്ന് വെച്ചാണ് 3 പേരും ഭക്ഷണം കഴിച്ചത്. ദീനാമ്മച്ചി വയ്യാതെ കിടന്നതിൽ പിന്നെ രുചികരമായ ഭക്ഷണം കഴിച്ചത് അപ്പോഴാണ്. എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലും അഭിപ്രായം പറയാത്ത വക്കച്ചൻ ചേട്ടൻ അന്ന് അഭിപ്രായം പറഞ്ഞു. കിച്ചുവിൻ്റെ കൈഗുണം അപാരം തന്നെ. വെറുതെയാണോ നിന്നെ അച്ഛന്മാർ അവിടെ നിന്നും വിടാതെ നിർത്തിയിരിക്കുന്നത്? എന്ത് രുചിയാടാ കൊച്ചേ നീ വെച്ചിരിക്കുന്ന കറികൾക്കൊക്കെ. സമ്മതിച്ച് തന്നിരിക്കുന്നു. അഭിപ്രായം പറയേണ്ടത് ദീനാമ്മച്ചിയാണ്. അമ്മച്ചി ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അല്ലെങ്കിലും അവരൊക്കെ പാചകം ചെയ്യുന്നത് പോലെ ഭംഗിയായി ചെയ്യാനും മറ്റും നമുക്ക് കഴിയുമോ? അവർ എത്ര കാലം ചെയ്തതാ. അത്രയും പരിചയമില്ലാത്ത നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും. വക്കച്ചൻ ചേട്ടന് ഇഷ്ടപ്പെട്ടെങ്കിലും ദീനാമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതല്ലേ അമ്മച്ചി അഭിപ്രായം പറയാത്തത്? ഇഷ്ടമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്ന സ്വഭാവക്കാരി അല്ലല്ലോ അമ്മച്ചി. അതുകൊണ്ട് എന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി മിണ്ടാതിരിക്കുകയാണ്. കണ്ടില്ലേ ആ മുഖഭാവം? ആകെ സങ്കടമല്ലേ? അതെ, സങ്കടം തന്നെ. നീ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നില്ലല്ലോ എന്നതിൻ്റെ സങ്കടമാണ്. അല്ലാതെ നീ കറി വെച്ചത് മോശമായിട്ടല്ല, ചോറുണ്ടാക്കിയത് മോശമായിട്ടല്ല. അതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഉള്ളത് പറഞ്ഞാൽ ദീനാമ്മച്ചിക്ക് അഭിപ്രായം പറയാൻ തോന്നുന്നില്ല. ഇത്രയും നന്നായി ഉണ്ടാക്കി തന്നിട്ട് ഞാൻ പിന്നെ എന്താ അഭിപ്രായം പറയേണ്ടത്? ഞാൻ അഭിപ്രായം പറയാൻ വിചാരിച്ചാൽ പറയുകയും ചെയ്യും. എനിക്കിഷ്ടപ്പെടാഞ്ഞിട്ടല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വന്ന ദിവസം തന്നെ അടുക്കളയിൽ പണിയെടുക്കേണ്ടി വന്നല്ലോ എന്നോർക്കുമ്പോൾ ഉള്ള സങ്കടം മാത്രമാണുള്ളത്. അധിക സമയം വർത്തമാനം പറഞ്ഞിരിക്കാൻ കിച്ചുവിനില്ല. അവൻ ചെന്നിട്ട് വേണം അച്ഛന് വൈകുന്നേരം കട്ടൻ കാപ്പി തയ്യാറാക്കി കൊടുക്കാൻ. പറ്റുമ്പോഴാണെങ്കിൽ ചിലപ്പോഴൊക്കെ തനിയെ കാപ്പി ഉണ്ടാക്കി കുടിക്കും. എന്നാൽ ഇന്ന് പനിയായി കിടക്കുകയും കൂടിയാണ്. ചെല്ലുമ്പോഴേക്കും പനി മാറിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും അച്ഛൻ പള്ളിയിൽ കൂടി ഉഷാറായി നടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എന്ത് കാര്യത്തിനും തനിക്കൊരാളുണ്ടല്ലോ എന്ന് തോന്നുന്നത് അന്നേരമാണ്.
കഴിച്ചു കഴിഞ്ഞെങ്കിൽ അമ്മച്ചിക്ക് കൈ കഴുകാനുള്ള വെള്ളം ഞാൻ കൊണ്ടുവരാം. ആ പാത്രത്തിലേക്ക് തന്നെ കൈ കഴുകിയിട്ട് ഇവിടെ ഇരുന്നു. എന്തായാലും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അമ്മച്ചി കഴിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ദീനാമ്മച്ചി തലയനക്കി. കിച്ചുപോയി പാത്രത്തിൽ വെള്ളവും എടുത്തു കൊണ്ടുവന്നു. കൈയെല്ലാം കഴുകി വൃത്തിയാക്കി ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു. ആ പാത്രവും എടുത്ത് എല്ലാവരുടെയും പാത്രങ്ങൾ കൊണ്ടവൻ വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി. പറഞ്ഞ നിമിഷം കൊണ്ട് അതൊക്കെ കഴുകി അടുക്കി വെച്ച് പോകുന്ന കാര്യം പറയാൻ വേണ്ടി ദീനാമ്മച്ചിയുടെ അടുത്ത് വന്നു. ഞാൻ പോകുവാന്ന് പറയാൻ വേണ്ടി വന്നതാ. ഞാൻ വിചാരിച്ചു അമ്മച്ചി ഉറങ്ങിക്കാണുമെന്ന്. പറയാതെ പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് വരാൻ പറ്റില്ലല്ലോ അല്ലേ? പറ്റുമോ? ഇന്നെന്തായാലും വരാൻ ഇനി പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനും വയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു നടത്തം ഇങ്ങോട്ട് നടക്കാമായിരുന്നു. ചിലപ്പോൾ പനിയൊക്കെ മാറി അച്ഛൻ പോകാമെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വരും. ഇല്ലെങ്കിൽ നാളെ ഇന്ന് വന്ന സമയത്ത് വരാം. വക്കച്ചൻ ചേട്ടൻ തിണ്ണയിലായിരുന്നു. അവൻ വന്ന് പോവുകയാണ് എന്ന് വാക്ക് പറഞ്ഞിട്ട് വേഗം പള്ളിയിലേക്ക് പോയി. ചെല്ലുമ്പോഴേക്കും അച്ഛൻ എഴുന്നേറ്റ് പള്ളിമുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ പനി കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇല്ലെങ്കിൽ ചുരുണ്ടുകൂടി കിടക്കേണ്ടതാണ്. ഏതായാലും രാവിലെ കഴിച്ച മരുന്ന് ഫലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ വേഗം തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. പനി എങ്ങനെയുണ്ട് അച്ഛാ? കുറവുണ്ടോ? കണ്ടിട്ട് പനിയൊക്കെ മാറിയതുപോലെ ഉണ്ടല്ലോ. പനിയൊക്കെ സ്ഥലം വിട്ടടാകിച്ചു. നീ പോയിടത്ത് എങ്ങനെയുണ്ട്? ചേട്ടത്തിക്ക് എന്നാ പറ്റിയതാ? തീരെ കിടപ്പാണോ? തിണ്ണയിലേക്കുള്ള നടയിൽ നിന്നും തെന്നി വീണതാണ് താഴേക്ക്. കാലിന് പൊട്ടൽ ഇല്ല, പക്ഷെ ഉളുക്കലുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. 10-20 ദിവസം കിടക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അമ്മച്ചി ആകെ വിഷമത്തിലാണ്. സ്വന്തം കാര്യം പോലും നോക്കാൻ എഴുന്നേറ്റ് പോകാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആകെ വിഷമത്തിലാകാതിരിക്കുമോ? ആളുകൾ എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. വീണാൽ എല്ലാവരും ഒരുപോലെ തന്നെ. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് നീ എന്നതൊക്കെ ചെയ്തിട്ട് പോന്നു. നിന്റെ സ്വഭാവം വെച്ച് ഇന്നത്തേക്കുള്ള ഭക്ഷണം മുഴുവൻ നീ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോന്നു കാണാനാണ് സാധ്യത. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാ. കുറേ നാളായല്ലോ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് അച്ഛൻ എൻ്റെ മനസ്സ് വായിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ എല്ലാവർക്കും ഒന്നും അങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വൈകുന്നേരം നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി അവിടെ വരെ പോകാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രോഗീ സന്ദർശനം പുണ്യമാണ്. ഇപ്പോൾ ഞാൻ രോഗിയല്ലല്ലോ, അതുകൊണ്ട് പോകാമല്ലോ. അച്ഛൻ്റെ പനിയും ക്ഷീണവും കഷ്ടിച്ചൊന്ന് മാറിയതേ ഉള്ളൂ. ഇപ്പോഴേ അച്ഛന് ഇടവകക്കാരെ സന്ദർശിക്കാൻ പോകണമെന്നാണ് താല്പര്യം. അച്ഛൻ ചെല്ലുന്നത് ഇടവകക്കാർക്കും സന്തോഷം തന്നെയാണ്. എന്നാലും അച്ഛൻ്റെ ആരോഗ്യം നോക്കാതിരിക്കാൻ പറ്റുമോ? അതാണ് കിച്ചുവിൻ്റെ നിർബന്ധം. എന്നാലും അച്ഛനൊരു കാര്യം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ അത് പറ്റില്ല എന്ന് പറയാൻ മാത്രമുള്ള ധൈര്യമോ മനസ്സോ കിച്ചുവിനില്ല. പക്ഷേ അന്ന് വൈകുന്നേരം പോകാൻ പറ്റിയില്ല. വൈകുന്നേരം പോകാൻ ഒരുങ്ങി പുറത്തേക്കിറങ്ങുന്നതിന് മുൻപ് തന്നെ അടുത്ത ഇടവകയിൽ നിന്ന് 2-3 അച്ഛന്മാർ വികാരി അച്ഛനെ കാണാൻ വന്നു. വികാരി അച്ഛന് പനിയായിട്ട് കിടപ്പിലാണെന്നറിഞ്ഞിട്ടാണ് അവർ വന്നത്. കുറച്ച് കഴിയാതെ അവർ തിരിച്ചു പോവില്ല. ചിലപ്പോൾ രാത്രിയാവുകയും ചെയ്യും. അവർ വന്നത് അവരുടെ വാഹനത്തിലായതുകൊണ്ട് അവർക്ക് തിരിച്ചുപോക്കൊരു പ്രശ്നമേ അല്ല. അല്പസമയം കൂടുതൽ വൈകിയാലും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് വന്നതേ അവരെല്ലാവരും കൂടി അച്ഛൻ്റെ അടുത്തിരുന്ന് വർത്തമാനം തുടങ്ങി. അവർക്ക് വൈകുന്നേരത്തെ കാപ്പിക്കുള്ള ഒരുക്കങ്ങൾ കിച്ചു തുടങ്ങി. അതിൻ്റെ പിറ്റേ ദിവസവും കുർബാന കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തലേ ദിവസത്തെ പോലുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് കിച്ചു വക്കച്ചൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ദിവസങ്ങളോളം തുടർന്നു. അവസാനം ദീനാമ്മച്ചിയുടെ കാലിൻ്റെ പ്ലാസ്റ്റർ എടുത്തു. അന്ന് വൈകിട്ട് കിച്ചു ചെന്നപ്പോൾ അവൻ്റെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു. അവർ മുറ്റത്തേക്ക് കയറിയതേ അവരെ കണ്ട ചേടത്തി തിണ്ണയിലേക്ക് കയറി. അവിടെ നിന്നും അകത്തേക്കും. ചേടത്തിയുടെ കാലിന് പരിക്ക് പറ്റിയത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ
ഞാൻ വരുമ്പോൾ തന്നെ ചേട്ടത്തി സുഖമായി മുറ്റത്തുകൂടെ നടക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ട് ഇനി അങ്ങനെ ചോദിക്കുന്നില്ല. സുഖമായി എന്നെനിക്ക് മനസ്സിലായി. സന്തോഷമാവുകയും ചെയ്തു. ഇത്രയും ദിവസം ഈ കൊച്ചൻ വന്ന് എല്ലാ നേരത്തേക്കുള്ള ഭക്ഷണവും വിളമ്പി റെഡിയാക്കി ചൂടാറാത്ത പാത്രത്തിൽ ഞാൻ കിടക്കുന്ന കട്ടിലിൽ കൊണ്ടുവച്ച് തന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. സ്വന്തം മക്കൾ ചെയ്യുകയില്ല അങ്ങനെ. ഇത്ര സ്നേഹമുള്ള ഒരു കൊച്ചിനെയാണല്ലോ അച്ഛൻ അവിടെ നിർത്തിക്കൊണ്ടിരുന്നത്. അതോർക്കുമ്പോൾ അച്ഛനോടുള്ള ബഹുമാനം കൂടി ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ചേട്ടത്തി അത് അവനോടൊന്ന് പറഞ്ഞു നോക്ക്. അവനത് കാര്യമായി പരിഗണിക്കുകയേയില്ല. ഇവിടെ നിന്നും വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഇതവൻ സ്വന്തം കടമയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകമൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. കിച്ചു വന്നതേ നേരെ അടുക്കളയിലേക്കാണ് പോയത്. എല്ലാവർക്കുമുള്ള കട്ടൻ കാപ്പി ഒരു ട്രേയിലാക്കി അവൻ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. പറഞ്ഞു തീർന്നില്ലല്ലോ. അവൻ നമുക്കെല്ലാമുള്ള കാപ്പിയുമായി ഇതാ വന്നു. ഇതാണ് അവൻ്റെ ഒരു പ്രത്യേകത. ഒന്നും പറയേണ്ട കാര്യമില്ല. അല്ല, അച്ഛനോട് ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? കാപ്പി കുടി കഴിഞ്ഞപ്പോഴേ അച്ഛൻ വക്കച്ചൻ ചേട്ടനോട് പറഞ്ഞു, നാളെയാണ് കിച്ചുവിൻ്റെ +2 റിസൾട്ട് വരുന്ന ദിവസം. അവന് നല്ല മാർക്ക് കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു മാറ്റവുമില്ലല്ലോ അല്ലേ? അതിൽ നിന്ന് അല്പം മാറ്റമുണ്ട്. അതെനിക്ക് അച്ഛനോട് പറയാതിരിക്കാൻ കഴിയില്ല. അല്പം മാറ്റമുണ്ട്. അച്ഛനും കിച്ചുവും ദീനാമ്മ ചേട്ടത്തിയും ഒരേ സമയം ഞെട്ടി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കേ.